ഹലോ, എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂൾ വിട്ട് വരാനായിട്ടോ. അപ്പോൾ ഓർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചായ ആക്കി വെക്കാൻ വിചാരിച്ചു. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ചായ പറഞ്ഞ് വെക്കുക, അവർക്ക് ചായ കൊടുക്കുക, ഇതൊക്കെ നമ്മൾ മാതാപിതാക്കൾക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. പക്ഷേ നമുക്ക് മാത്രമല്ല കേട്ടോ സന്തോഷം തരാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അത് ഒരുപാട് സന്തോഷമാവും. ഇവിടെ എൻ്റെ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ആദ്യം തന്നെ ചോദിക്കും, അമ്മ ചായ താ, അമ്മ ചായ താ, അമ്മ ചായ താന്ന് പറഞ്ഞ് ആദ്യം തന്നെ വരും. ഇവിടെ എന്താ കഴിക്കാനുള്ളത്, ഇവിടെ എന്താ ഉള്ളത്, അമ്മ എനിക്ക് ബേക്കറി താ, എനിക്ക് അപ്പം എന്താ, അങ്ങനെ പറഞ്ഞാൽ വരല്. അപ്പോൾ ഇന്ന് ഒരു വരുമ്പോഴേക്കും അവർക്ക് ഹോർലിക്സും പഴംപൊരിയും കൊടുക്കാമെന്ന് വിചാരിച്ചു. ചെറിയ പാക്കറ്റ് ആയിട്ടാണ് കേട്ടോ ഇവിടെ ഹോർലിക്സും ബൂസ്റ്റും ഒക്കെ വാങ്ങൽ. അപ്പോൾ അവർക്ക് ആവശ്യമുള്ളപ്പോൾ മൂന്നാൾക്കും ഓരോ ഗ്ലാസ്സിലേക്ക് ഇതിങ്ങനെ ഇട്ടെടുത്ത് പാർന്ന് കൊടുക്കും. അവർക്ക് മാത്രമല്ല ഞങ്ങൾ വലിയവരും എടുത്ത് കുടിക്കാറുണ്ട് കേട്ടോ. കാണുമ്പോൾ നമുക്ക് ഒരു വല്ലാത്തൊരു കൊതി തോന്നും. പക്ഷെ കുടിച്ച് കഴിയുമ്പോൾ വിചാരിക്കും വേണ്ട, ഇനി ചായ മതി, ഇനി ചായക്കാണ് ടേസ്റ്റ്, ഇത് രസമില്ല, പോട്ടെ ഇനി കുടിക്കൂലാന്ന് എവിടുന്ന്. ഇത് പിന്നെ ഇങ്ങനെ കാണുമ്പോൾ ഹോർലിക്സ് കലക്കി കുടിക്കുക, ഹോർലിക്സ് ഉണ്ട്, അതാണ് അതിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ചായക്ക് ഒക്കില്ല കേട്ടോ ഇതെന്തായാലും. എന്നാലും ഞങ്ങളിത് കുഞ്ഞുങ്ങൾക്ക് അധികമൊന്നും കൊടുക്കാറില്ല കേട്ടോ. അധികം അവർക്ക് ചായ തന്നെ കൊടുക്കൽ, കട്ടൻ ചായയാണ് അധികം കൊടുക്കൽ. ഇടയ്ക്ക് കൊടുക്കുന്നത് കൊണ്ടായിരിക്കും അവർക്ക് ഇതൊരു ഭയങ്കര ഒരു സന്തോഷവും ഒരു വല്ലാത്തൊരു അതൃപ്പമൊക്കെ ആയിട്ടാണ് ചില സമയത്ത് തോന്നൽ, ഹോർലിക്സും ബൂസ്റ്റും ഒക്കെ. അപ്പം ഞാൻ അവർക്ക് മാത്രമല്ല വീട്ടിലെല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട് ഹോർലിക്സ് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് കൊലായിലിരുന്ന് ഒരു ചായ കുടിക്കാനൊരാഗ്രഹം. അങ്ങനെയാണ് പഴംപൊരിയും ഹോർലിക്സും ഒക്കെ എല്ലാവർക്കും പറഞ്ഞ് വീട്ടിൽ മുറ്റത്തിരുന്ന് ചായ കുടിച്ചത്.